നമസ്കാരം. ഡെറിക് റെഡ്മണ്ട് ബ്രിട്ടന്റെ അഭിമാനമായ സ്പോർട്സ് താരമായിരുന്നു. 1992 ബാർസലോണ ഒളിമ്പിക്സിൽ ഡെറിക് റെഡ്മണ്ട് ഇംഗ്ലണ്ടിന്റെ ഒരു സുവർണ പ്രതീക്ഷയായിരുന്നു. 400 മീറ്റർ ഓട്ട മത്സരത്തിൽ ഡെറിക് റെഡ്മണ്ടിലൂടെ ഒരു സ്വർണ്ണമെഡൽ നേടാമെന്ന മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലണ്ട് കണക്കുകൂട്ടി. പ്രതീക്ഷകളുടെ പല്ലക്കിലേറിയാണ് ഡെറിക് റെഡ്മണ്ട് ബാർസലോണയിൽ കാലുകുത്തിയത്. അദ്ദേഹത്തിന്റെ കുതിപ്പിനായി ഇംഗ്ലണ്ട് ആകാംക്ഷയോടെ കാത്തിരുന്നു. ബാർസലോണ ഒളിമ്പിക്സിന് ഡെറിക്കിന് പ്രോത്സാഹനം നൽകാനായി പിതാവ് ജിം റെഡ്മണ്ടും വന്നിരുന്നു. 400 മീറ്റർ ഓട്ടത്തിന്റെ സെമിഫൈനൽ മത്സരം ആരംഭിച്ച് ഡെറിക്ക് കുതിച്ചു. എന്നാൽ ഡെറിക്കിന്റെ കുതിപ്പിന്റെ വിജയം കാണാൻ കാത്തിരുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് ട്രാക്കിൽ പെട്ടെന്ന് നിന്ന് കിതയ്ക്കുന്ന റെഡ്മണ്ടിനെയാണ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ കാണികളായി എത്തിയവർ കാണുന്നത്. കുതിച്ചു മുന്നേറുന്നതിനിടയിൽ കഠിനമായ പേശിവേദന കാലിൽ അനുഭവപ്പെട്ട ഡെറിക് ട്രാക്കിൽ വീണുപോയി. എന്നിട്ടും ഇച്ഛാശക്തിയുടെ ആൾരൂപമായിരുന്ന ഡെറിക് മത്സരം ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. വീണ്ടും എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുമ്പോൾ ആ കായിക താരം വേദന കൊണ്ട് പുളയുകയായിരുന്നു. അപ്പോൾ ഒളിമ്പിക് സ്റ്റേഡിയം മറ്റൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ഒരാൾ കാണികളുടെ കൂട്ടത്തിൽ നിന്നും ഡെറിക്കിന്റെ അടുക്കിലേക്ക് ഓടിപ്പാഞ്ഞു വരികയാണ്. അയാളെ തടയാൻ സെക്യൂരിറ്റിക്കാർ ശ്രമിച്ചെങ്കിലും അവർക്കതിന് കഴിയുന്നില്ല. ആ മനുഷ്യൻ ഓടി വന്ന് ഡെറിക്കിനെ താങ്ങി പിടിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഡെറിക്കിന്റെ പിതാവ് ജിം റെഡ്മണ്ടായിരുന്നു. അദ്ദേഹം കാണികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും മെഡിക്കൽ ടീം സ്ട്രെച്ചറുമായി ഡെറിക്കിനെ ട്രാക്കിൽ നിന്നും എടുത്തുകൊണ്ട് പോകുവാനായി വരികയാണ്. എന്നാൽ ഡെറിക്ക് അവരോട് പറയുകയാണ്, ഞാൻ ഈ ഓട്ടം ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയില്ല, ഞാൻ ഓട്ടം ഓടി പൂർത്തീകരിക്കും. അപ്പോൾ ഡെറിക്കിനെ വന്ന് താങ്ങിപ്പിടിച്ച ഡെറിക്കിന്റെ പിതാവ് പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഞാൻ താങ്ങിക്കൊള്ളാം, നമുക്കൊരുമിച്ച് ഈ നിമിഷം ഫിനിഷിംഗ് ലൈനിലേക്ക് നീങ്ങാം. ആ സ്നേഹനിധിയായ പിതാവ് തൻ്റെ പ്രിയ മകനെ താങ്ങിപ്പിടിച്ച് ഫിനിഷിംഗ് ലൈനിലേക്ക് നടക്കുകയാണ്. ഡെറിക്കിന്റെ ആരാധകരായ ഒളിമ്പിക് സ്റ്റേഡിയത്തിലെ 10,000-കണക്കിന് കാണികൾ നിറമിഴികളോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ആ രംഗത്തിന് സാക്ഷ്യം വഹിച്ചു. ഫിനിഷിംഗ് ലൈൻ എടുത്തപ്പോൾ ഡെറിക് ഒറ്റയ്ക്കായിരുന്നു ആ ലൈൻ കടന്നത്. പിന്നീട് ജിം റെഡ്മണ്ട് പറയുകയാണ്, എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഡെറിക്കിന്റെ അഭിമാനത്തെക്കാൾ വലിയ അഭിമാനമാണ് എൻ്റെ മകൻ്റെ അപാരമായ ഇച്ഛാശക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ. 1992 ബാർസലോണ ഒളിമ്പിക്സ് മത്സരത്തിൽ ഡെറിക് റെഡ്മണ്ടിന് മെഡലുകളൊന്നും കിട്ടിയില്ല. 400 മീറ്റർ ഓട്ടത്തിന്റെ ഫൈനലിൽ പോലും പങ്കെടുക്കുവാനും അവന് കഴിഞ്ഞില്ല. എന്നാൽ ചരിത്രത്തിൽ 1992 ബാർസലോണ ഒളിമ്പിക്സ് സ്മരിക്കപ്പെടുന്നത് ഡെറിക് റെഡ്മണ്ടിന്റെ പേരിലാണ്. ഡെറിക് റെഡ്മണ്ടിന്റെ വേദനയിൽ കരങ്ങൾ നൽകി താങ്ങി നടത്തിയ ജിം റെഡ്മണ്ട് എന്ന പിതാവിന്റെ പേരിലാണ്. ഡെറിക് റെഡ്മണ്ട് പിന്നീട് അനേകം ആളുകൾക്ക് പ്രചോദനം നൽകുന്ന മാർഗദർശിയും വാഗ്മിയുമായി മാറിയതായിട്ടാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. അനേകരിൽ പ്രതീക്ഷകൾ ഉണർത്തുവാൻ, അനേകം പ്രതിഭകളെ കണ്ടെത്തുവാൻ തൻ്റെ ജീവിതകാലം പിന്നീട് അദ്ദേഹം ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നാം ഒക്കെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. ജീവിതമാകുന്ന ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ പലപ്പോഴും ഇത്തരം ചില പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു വീഴാറുണ്ട്. ചിലപ്പോൾ നാം വീണു പോയേക്കാം. എന്നാൽ നിരാശപ്പെട്ടു പോകരുത് എന്ന് ഈ റെഡ്മണ്ടിന്റെ കഥ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മെ താങ്ങി നടത്തുവാൻ, നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ഒരു പിതാവുണ്ട്. അത് നാം വിശ്വസിക്കുന്ന ഈശ്വരനാണ്, അല്ലെങ്കിൽ ദൈവമാണ്. ആ ദൈവത്തിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തുമ്പോൾ നാം ജീവിത ഓട്ടത്തിൽ തളർന്നു പോകുന്ന ഇടങ്ങളിൽ, വീണു പോകുന്ന ഇടങ്ങളിൽ, തളർന്നു പോകുന്ന ഇടങ്ങളിൽ, മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഇടങ്ങളിൽ ആ ദൈവം നമുക്ക് സഹായകനായി നമ്മോടൊപ്പം കൂടെ ഉണ്ടാകും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പല കഥകളിലെയും പോലെ പല വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ പ്രകൃതി നൽകുന്ന ഒരു പാഠമായിരിക്കാം, ഒരു കാഴ്ചയായിരിക്കാം. അങ്ങനെ അനേകം ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു താങ്ങായി, ഒരു ചുമലായി ദൈവം അയക്കാറുണ്ട്. അത്തരം ആളുകളെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. അത്തരം ആളുകളായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് പല പോരായ്മകൾ ഉള്ളവരായിരിക്കാം, കുറവുകൾ ഉള്ളവരായിരിക്കാം, പലവിധങ്ങളായ പ്രതിസന്ധികൾ ഉള്ളവരായിരിക്കും. എന്നാൽ നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കൈത്താങ്ങലുകൾ, സഹായങ്ങൾ നമ്മുടെ ഒപ്പമുള്ളവർക്ക് നൽകുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.